രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. മേൽമരുവത്തൂരിൽ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ദർശനത്തിന് വേണ്ടി എത്തിയതാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന അത്ഭുത ശക്തി ആദിപരാശക്തി. ഇവിടെയുള്ളത് ആദിപരാശക്തി ക്ഷേത്രമാണ്. വളരെ ശക്തിയുള്ള ക്ഷേത്രം. നിത്യവും ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളും കഥകളും ഉണ്ട്. അതേപോലെ ജനങ്ങൾ വളരെയധികം വിശ്വസിക്കുന്ന ക്ഷേത്രം. സ്ത്രീകൾ പൂജ ചെയ്യുന്ന ഒരുപക്ഷെ തമിഴ്നാട്ടിലെ തന്നെ ഒരു പ്രത്യേക ക്ഷേത്രമാണിത്. പ്രപഞ്ചത്തിന്റെ മാതാവ് ആദിപരാശക്തി. ചെന്നൈയിൽ നിന്ന് 92 കിലോമീറ്റർ അകലെ കാഞ്ചീപുരം ജില്ലയിൽ മേൽമരുവത്തൂർ എന്ന സ്ഥലത്തിൻ്റെ ഐശ്വര്യമായി നിലകൊള്ളുന്ന അത്ഭുത ക്ഷേത്രമാണ് ആദിപരാശക്തി സിദ്ധപീഠം. സിദ്ധന്മാർ എന്നാൽ സന്യാസിമാർ. 21 സിദ്ധന്മാർ ജീവസമാധി പ്രാപിച്ച പുണ്യഭൂമിയാണ് തമിഴ്നാട്. മനുഷ്യരൂപം ഉപേക്ഷിച്ച സിദ്ധന്മാർ വിശുദ്ധ ആത്മാക്കളായി ഇന്നും ജീവിക്കുന്നു, ജനങ്ങൾക്ക് രക്ഷയൊരുക്കുന്നു. ദിവ്യമാതാവായ ആദിപരാശക്തി സിദ്ധപീഠത്തിൽ അരുൾ തിരു ബംഗാരു അടികളിലേക്ക് കുടിയേറി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ 2 വശത്തുമുള്ള 2 കവാടങ്ങളാണ്. നമ്മളിപ്പോൾ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ആലോചിച്ച് പറയുമ്പോൾ ഇത്രത്തോളം മനോഹരമായിട്ടാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പൊ ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ശക്തി, ആ ശക്തിക്ക് വേണ്ടി ഒരു ക്ഷേത്രം തമിഴ്നാട്ടില് മേൽമരുവത്തൂരിലുള്ള ആദിപരാശക്തി മഹാദേവിയുടെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രത്തിന്റെ പിന്നിൽ ധാരാളം കഥകൾ, ഈ ക്ഷേത്രത്തിന്റെ കഥകളും ഐതിഹ്യവും ഉള്ള കാര്യങ്ങൾ, ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ ആരാധനാലയങ്ങളും പ്രതിഷ്ഠ, അങ്ങനെയുള്ള എല്ലാ വിശ്വാസങ്ങളും എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് വിവരിച്ച് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഇപ്പൊ തമിഴ്നാട്ടിലെ മേൽമരുവത്തൂരിലുള്ള ആദിപരാശക്തി ക്ഷേത്രത്തിന്റെ അരികിലാണ്. ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും. ദേവതകളുടെ അത്ഭുത സാന്നിധ്യം പ്രകടമാകും മുൻപ് ചില അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. ഇന്ന് ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥാനത്ത് പണ്ട് ഒരു വേപ്പുമരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന, അമൃത് ചുരത്തുന്ന അത്ഭുത വേപ്പുമരം. സാധാരണ വേപ്പുമരങ്ങൾക്ക് കയ്പുള്ളതാണെങ്കിൽ ഈ വേപ്പുമരത്തിൻ്റെ കറ അമൃത സമാനം മധുരമുള്ളതായിരുന്നു. എന്നു മാത്രമല്ല, സർവരോഗ സംഹാരി കൂടിയായിരുന്നു. ഭക്തർ ആ വേപ്പുമരത്തെ ആരാധിക്കാനും പൂജിക്കാനും തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം ഒരു ശക്തമായ കൊടുങ്കാറ്റിൽ ആ വേപ്പുമരം നിലംപൊത്തി. ആ മരം നിന്ന ഭാഗത്ത് സ്വയംഭൂവായ ഒരു സിദ്ധർ പീഠം പ്രകടമായി. പിന്നീട് സിദ്ധർ പീഠം ക്ഷേത്രമായി മാറുകയും പൂജിക്കപ്പെടുകയും ചെയ്തു. സിദ്ധർ പീഠത്തിൽ എത്തുന്നവർക്ക് സർവൈശ്വര്യങ്ങളും ലഭിച്ചിരുന്നു. സിദ്ധർപീഠത്തിലെ മുഖ്യ കാർമ്മികനായ അരുൾ തിരു ബംഗാരു അടികളർക്ക്
മുന്നിൽ ആദിപരാശക്തി പ്രകടമാവുകയും തനിക്കായി ക്ഷേത്രം നിർമ്മിക്കാനും അവിടുത്തെ കർമ്മരീതികൾ എങ്ങനെയായിരിക്കണമെന്നും വെളിവാക്കി. അങ്ങനെ നിർമ്മിക്കപ്പെട്ടതാണ് അത്ഭുത ക്ഷേത്രമായ ആദിപരാശക്തി സിദ്ധർ പീഠം. പുലർച്ചെ 4 മണിക്ക് ശ്രീകോവിലിൽ ആദിപരാശക്തിക്ക് അഭിഷേകം നടക്കും. ക്ഷേത്രത്തിൽ നിത്യവുമുള്ള അന്നദാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര കവാടത്തിന് മുന്നിലായി അധർമ്മണ ഭദ്രകാളിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് തേങ്ങയുടച്ച് വലം വച്ച് നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. പൂജാസാമഗ്രികൾ വിൽക്കുന്ന ധാരാളം ഷോപ്പുകളുണ്ട്. ഭക്തരുടെ തിരക്കും മന്ത്രങ്ങളുടെ മുഴക്കവും നിറഞ്ഞതാണ് ക്ഷേത്രത്തിൻ്റെ അകത്തളം. ഇത് ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുൻപിലുള്ള ഭദ്രകാളിയുടെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനുള്ളിൽ കടന്നാൽ ആദ്യം സപ്തകന്നി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിക്കാം. ഭക്തരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും സപ്തകന്യകമാർ. ആദിപരാശക്തിയുടെ പരിവാര ദേവതകളാണ് സപ്തകന്യകമാർ. അവർ ബ്രാഹ്മി, കൗമാരി, മഹേശ്വരി, വരാഹി, വൈഷ്ണവി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നിവരാണ്. സപ്തകന്യകമാരുടെ സുന്ദര വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതാണ് മേൽക്കൂരയില്ലാത്ത സപ്തകന്യകാ ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിൽ താമരയിൽ വിരാജിക്കുന്ന ആദിപരാശക്തി ദേവിയെയും അരികിൽ സ്വയംഭൂവായ സിദ്ധർ പീഠവും കാണാം. സർവവിപത്തുകളിൽ നിന്നും മക്കളെ കാത്തുരക്ഷിക്കുന്ന മാതാവ് ആദിപരാശക്തി. ഈ ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരെല്ലാം ചുവന്ന വസ്ത്രമാണ് ധരിക്കാറുള്ളത്. ദൂരദേശത്ത് നിന്ന് പോലും ചുവന്ന വസ്ത്രം ധരിച്ച് ഇവിടെ എത്തി സേവനമനുഷ്ഠിച്ച് അമ്മയുടെ അനുഗ്രഹം നേടി ഭക്തർ മടങ്ങുന്നു. നിത്യവും 11 മണിയോടെ ക്ഷേത്രത്തിന് മുന്നിലെ അന്നദാന വിതരണം ആരംഭിക്കും. അത് വൈകിട്ട് 7 മണി വരെ തുടരും. ജാതിമത ഭേദമന്യേ ആർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം, അമ്മയെ പൂജിക്കാം. സ്ത്രീകൾ തന്നെയാണ് ഇവിടെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇത്
ക്ഷേത്രത്തിന് പിന്നിലുള്ള അന്നദാന മണ്ഡപത്തിലേക്കുള്ള വഴിയാണ്. ഭൂമിയിലുള്ള സർവരും ആദിപരാശക്തിയുടെ മക്കളാണ് എന്ന തത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും പ്രവർത്തനവും. ധാരാളം ജനസേവന പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്താണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ വകയായി ആശുപത്രിയും സ്കൂളുകളും കോളേജുകളും കല്യാണ മണ്ഡപങ്ങളുമുണ്ട്. ഇവിടെയൊക്കെ പാവങ്ങൾക്ക് ഇളവുകളും ലഭ്യമാണ്. നിത്യവും ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന ക്ഷേത്രമാണ്. അതിൽ അധികവും സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ശ്രീകോവിലിൽ കടന്ന് നേരിട്ട് പൂജ ചെയ്യാനുള്ള അനുവാദമുള്ള ക്ഷേത്രമാണ്. മേൽവരുവത്തൂർ എന്ന കൊച്ചു നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നത് തന്നെ ഈ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ബസ് സ്റ്റോപ്പുകൾ, അതേപോലെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ളതാണ്. ധാരാളം ആൾക്കാർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്ന എല്ലാവരും നമ്മൾ എപ്പോൾ കാണുമ്പോഴും ചുവന്ന വസ്ത്രത്തിലായിരിക്കും. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രത്തിന് മുന്നിലുള്ള മെയിൻ റോഡിൻ്റെ അരികിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ശില്പങ്ങൾക്ക് മോടി പിടിപ്പിക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ആദ്യം ഇവിടെ വന്ന് തൊഴുത് ക്ഷേത്രത്തിന് വലം വെച്ച് അവിടെ നാളികേരം ഉടച്ചതിന് ശേഷമാണ് നമ്മൾ ആദിപരാശക്തി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് കടക്കുക. വളരെ ജനത്തിരക്കേറിയതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഭക്തരായിട്ട് എത്തുന്നതിൽ അധികവും സ്ത്രീകൾ തന്നെ. സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിൽ വളരെയധികം വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ എത്തുന്ന ഭക്തർക്ക് വിശ്രമിക്കാനുള്ള നടപ്പന്തൽ, വളരെ വലിയ അധികം നീളമുള്ള ഒരു നടപ്പന്തലാണുള്ളത്. അവിടെ ആയിരക്കണക്കിന് ഭക്തർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ഷോപ്പാണ്. ആദിപരാശക്തി ദേവിയുടെയും ചിത്രങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ്. ദേവിയുടെ മനോഹരമായ ചിത്രങ്ങൾ, ഫോട്ടോസൊക്കെ ഇവിടെ ലഭിക്കും. പ്രിയപ്പെട്ടവരായ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണം. മേൽമരുവത്തൂരിലെ ആദിപരാശക്തി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന ധാരാളം ഷോപ്പുകളുണ്ട്. ശരിക്കും സീസൺ സമയത്ത് ഈ ഭാഗത്തേക്ക് അടുക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കരമായ തിരക്കായിരിക്കും.
അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിലാണ്. കഴിയുമെങ്കിൽ ആ സമയത്തൊന്ന് പോകാൻ നോക്കാം. മേൽമരുവത്തൂരിലെ മെയിൻ റോഡാണ് ഇത്. ക്ഷേത്രത്തിൻ്റെ വകയായുള്ള സൗജന്യ ബസ്സാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ചുറ്റുവട്ടമെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രി, അതേപോലെ കല്യാണ മണ്ഡപങ്ങൾ. ഇവയെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ബുധശക്തി വിശേഷമുള്ള ക്ഷേത്രമാണ്. നമുക്ക് എത്ര മനോഹരമാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് 92 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക്. തീർച്ചയായും സമയം കിട്ടുന്നവർ പോയാൽ ആദിപരാശക്തി ദേവിയെ കാണാനും അനുഗ്രഹം വാങ്ങാനും കഴിയും. നിങ്ങൾക്ക് ഏവർക്കും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് നന്ദി, നമസ്തേ, വണക്കം. നമസ്തേ. മേൽമരുവത്തൂരിലെ ആദിപരാശക്തി ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞ് വീണ്ടും തിരികെ മേൽമരുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വളരെ മനസ്സിന് ശാന്തത നൽകുന്ന ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് എപ്പോഴും സ്തുതിഗീതങ്ങളും മന്ത്രങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ ഉള്ളില് നമ്മള് ദേവിയെ കണ്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് തിരികെ വരുമ്പോൾ സ്ത്രീകൾ പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ്. തിരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അന്നദാനവും വാങ്ങി കഴിച്ചു. അന്നദാനം നമുക്ക് ഒരു അളവിന് തരികയല്ല, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും കഴിക്കാം. അന്നദാനവും കഴിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി നമ്മൾക്ക് ഇരിക്കാൻ തോന്നും. അങ്ങനെ ഇരുന്ന് ആ ക്ഷേത്രത്തെക്കുറിച്ച് ആലോചിച്ച്, നമ്മളെക്കുറിച്ച് ആലോചിച്ച്, ദേവിയോട് നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് നമ്മളുടെ മനസ്സിലെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെച്ച് തിരിച്ചു വരുമ്പോൾ നമ്മൾ മാനസികമായി ഒരു പരിവർത്തനത്തിനും, യഥാർത്ഥത്തിലുള്ള ഒരു പരിവർത്തനത്തിനും വിധേയമായതായി നമുക്ക് ബോധ്യപ്പെടും. ശരിക്കും അത്ഭുത ശക്തിയുള്ള ഒരു ക്ഷേത്രം. ഇവിടുത്തെ ദർശനം കൊണ്ടുപോലും മനുഷ്യരുടെ മനസ്സിലും അവന്റെ ശരീരത്തിലും മൊത്തത്തിൽ അവനിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന അത്ഭുത ക്ഷേത്രമാണ്. തീർച്ചയായും കഴിയുന്നവർ തമിഴ്നാട്ടിലെ മേൽമരുവത്തൂറുള്ള ആദിപരാശക്തി ക്ഷേത്രം കാണണം, കണ്ടിരിക്കണം, ദർശനം നടത്തണം, ദേവിയോട് പ്രാർത്ഥിക്കണം. വളരെ അധികം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ഭാവിക്ക് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ക്ഷേത്രത്തിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം.